ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടൂ. പക്ഷെ ഒന്നും കിട്ടിയില്ലെന്ന് കരുതി നിരാശരാവരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മുടെ ഒരു ദിവസം വരും. അപ്പോൾ നല്ലൊരു നാളേക്കായി കാത്തിരിക്കാം. നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ആരും ആരെയും കൂടെ കൂട്ടരുത്. ഉപേക്ഷിക്കുന്നവർക്കറിയില്ല ഉപേക്ഷിക്കപ്പെടുന്നവരുടെ വേദന. ഈ വാക്കുകൾ ഓർക്കുക. ശക്തരായിരിക്കുക എന്നാൽ അഹങ്കരിക്കരുത്. ദയ കാണിക്കുക എന്നാൽ ദുർബലരാകരുത്. വിനയം കാണിക്കുക എന്നാൽ ഭീരുവാകരുത്. അഭിമാനിക്കുക എന്നാൽ അഹംഭാവം പാടില്ല. ഒന്നുമില്ലെന്ന് കരുതുന്ന നമുക്ക് എല്ലാം ഉണ്ടെന്ന് അറിയുന്നത് ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യമല്ല, കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത. ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല, കേൾക്കുന്നതാരും പറയാറുമില്ല. എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യരോളം മിടുക്ക് മറ്റാർക്കുമില്ല. നീ എത്രത്തോളം അയാളെ സ്നേഹിച്ചോ അത് മറ്റൊരാൾ വഴി നിനക്ക് കിട്ടും. നിന്നെ അയാൾ എത്രത്തോളം വേദനിപ്പിച്ചോ അത് മറ്റൊരാൾ വഴി അയാൾക്കും കിട്ടും. പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ പ്രശ്നം ഉപേക്ഷിക്കുക. എന്നാൽ പ്രശ്നവുമായി ജീവിക്കരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിടത്ത് നിന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നമ്മൾ നമുക്കായി ജീവിച്ചു തുടങ്ങും. കഴിഞ്ഞതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതും ഭാവിയെ ഭയപ്പെടുന്നതും നിർത്തുക. ഇന്ന് മാത്രമാണ് നിങ്ങൾക്ക് ആകെയുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ ആകർഷിക്കുന്നു. എല്ലായ്പ്പോഴും നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും പോസിറ്റീവായി തുടരുകയും ചെയ്യുക. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരെ ബഹുമാനിക്കുക. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിലും അവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരുടെ പ്രവർത്തികൾ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. കാരണം മറ്റുള്ളവരെയല്ല, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഉപ്പ് പോലെയാണ് വാക്കുകൾ. പാകത്തിനെ ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. കൊടുക്കാൻ ശീലിച്ചവർക്കെല്ലാം ധാരാളം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഒന്നുമില്ലായ്മയുടെ വിഷമം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകൾ മാത്രമായിരിക്കും ആയുസ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന അബദ്ധങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരു ആയുസിൻ്റെ വലിപ്പം ഉണ്ടായി എന്ന് വരാം. ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെയാൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ ചുവടുകളും കരുതലോടെ വേണം നീങ്ങാൻ. പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവർ തന്നെയായിരിക്കും മുന്നിലുണ്ടാവുക. നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മളാർക്കും ഭാരമാവുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്നൊരു തോന്നൽ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. അത് വല്ലാത്ത ഒരു വേദനയാണ്. നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറ്റാരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത. ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയാണ് ആവശ്യം. ഏത് സാഹചര്യത്തിലും മനസ്സ് മടുപ്പിക്കരുത്.
ഒരു നാൾ വിജയം നിങ്ങൾക്ക് മുന്നിൽ തല കുനിക്കും. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല.